ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഒരു പ്രോമോ വന്നിരുന്നു. അതിനകത്ത് അഖിൽ മാരാർ നാളെ ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രവേശിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ചാലഞ്ച് എൻട്രി ഒന്നുമല്ല, ചാലഞ്ചർ ആയിട്ടുള്ള ഒരു എൻട്രി ഒന്നുമല്ല. ഇത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് അറിഞ്ഞത്. അഖിൽ മാരാർ മാത്രമല്ല, കൂടെ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ആദ്യത്തെ പ്രോമോയ്ക്കകത്ത് ഈ രണ്ടുപേരെ കാണിക്കുന്നില്ല. രണ്ടാമതായിട്ട് പുറത്തു വന്ന പ്രോമോയ്ക്കകത്താണ് ബാക്കിയുള്ള രണ്ടുപേരെ കാണിക്കുന്നത്. അഭിഷേക് ശ്രീകുമാറും അതേപോലെ തന്നെ സെറീന ജോൺസണുമാണ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്ന രണ്ടുപേര്. പിന്നെ അഖിൽ മാരാരും ഉണ്ട്. ഇവർ 3 പേരും കൂടിയാണ് വരുന്നത്. അഖിൽ മാരാര് വരുന്നത് ഒരു പണിയുമായിട്ടാണെന്നാണ് അറിഞ്ഞത്. പ്രോമോയ്ക്കകത്തുനിന്ന് അതാണ് വ്യക്തമാകുന്നത്. ഒരു ടാസ്കുമായിട്ടാണ് അഖിൽ മാരാർ വരുന്നത്. ഒരു ടാസ്ക് ലെറ്ററുമായിട്ടാണ് വരുന്നത്. ആദില, നൂറ എന്നിവർക്ക് വേണ്ടിയുള്ള ഒരു പണിയാണ്. അവരുടെ പേരിലാണ് ടാസ്ക് തന്നെ. നൂതില ചെരുപ്പ് ഫാക്ടറി എന്നാണ് ടാസ്കിന്റെ പേര്. അപ്പൊ ആദ്യം പുറത്തു വന്ന ഒരു പ്രോമോയ്ക്കകത്ത് നൂറ ഇത്തിരി ഒന്ന് കലിപ്പായിട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നോട് എന്തെങ്കിലും വൃത്തികെട്ട രീതിയിൽ നിൽക്കാൻ നോക്കിയാൽ ഞാൻ അവരെ ഫയർ ചെയ്യും എന്നാണ് നൂറ പറയുന്നത് കേട്ടോ. ഈ ഒരു പ്രോമോയ്ക്കകത്ത് കട്ടക്കലിപ്പിലിരുന്ന് പറയുന്നുണ്ട്. നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന് പറയുമ്പോൾ തന്നെ അത് ഇത്തിരി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ബിഗ് ബോസ് ആ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തതാണോ എന്നറിയില്ല. ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണോ എന്നറിയില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുന്ന 2 പേരാണ് ആദിലയും നൂറയും. അപ്പൊ ഇവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണോ എന്നറിയില്ല. എന്തായാലും അഖിൽ മാരാർ വരുന്നത് ഈ ഒരു ടാസ്ക് ലെറ്ററുമായിട്ടാണ്. നൂതില ചെരുപ്പ് ഫാക്ടറിയുടെ ഒരു ടാസ്ക് ലെറ്ററുമായിട്ടാണ് വരുന്നത്. ഇതിനെ തുടർന്നുള്ള സംഭവങ്ങൾ നാളെ നമ്മൾ ലൈവിൽ കാണും. ഇവര് ജസ്റ്റ് പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ അതോ ഈ ഒരു ടാസ്കിൽ ഇവർ പങ്കുചേരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒരു ചാലഞ്ചർ എൻട്രിയും കൂടി ആവുകയാണെങ്കിൽ കിടിലിനായനെ. കാരണം ഈ സീസണിൽ അതൊരു വമ്പൻ സംഭവം തന്നെ ആയനെ. കാരണം ഇത് അങ്ങനെ ഒരു ചാലഞ്ചർ എൻട്രി കൊടുക്കാൻ പറ്റിയ ഒരു സീസണാണ് ഈ സീസൺ 7. അതിന് പറ്റിയ ടീമുകളുള്ളൊരു സീസണാണ്. അപ്പോൾ കണ്ടു തന്നെ അറിയാം. നാളത്തെ ലൈവ് എപ്പിസോഡ് കാണുമ്പോൾ അറിയാം ഏതാണ് സംഭവം എന്നുള്ളത്. എന്തായാലും അഖിൽ മാരാറിന്റെയും അഭിഷേക് ശ്രീകുമാറിന്റെയും അതേപോലെ സെറീനയുടെയും എൻട്രിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കണ്ടു തന്നെ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.